ബലാത്സംഗ കേസിൽ ജെഡിഎസ് നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം തടവ്. വീട്ടുജോലിക്കാരിയെ പീഡിപ്പിച്ച കേസിലാണ് ബംഗളൂരു പ്രത്യേക കോടതിയുടെ ശിക്ഷാവിധി. കുറഞ്ഞ ശിക്ഷ തരണമെന്ന പ്രജ്വലിന്റെ അപേക്ഷ കോടതി തള്ളിയിരുന്നു. അനിന സതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2021 ഈ കേസിന് ആസ്പദമായ സംഭവം. പിതാവ് രേവണ്ണയുടെ ഉടമസ്ഥതയിലുള്ള ഫാം ഹൌസിലെ ജീവനക്കാരിയെ 2 തവണ ബലാത്സംഗം ചെയ്തെന്നാണ് കേസ്. കേസിൽ പ്രജ്വൽ കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇന്നെന്തായാലും ബംഗളൂരു പ്രത്യേക കോടതിയാണ് കേസിൽ പ്രജ്വലിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ യുവതിയെ 2 തവണ ബലാത്സംഗം ചെയ്തു. കൂടാതെ ഈ ബലാത്സംഗ ദൃശ്യങ്ങൾ പ്രജ്വൽ പകർത്തുകയും ചെയ്തു. തുടർന്ന് ഈ സംഭവം പുറത്തു പറഞ്ഞാൽ ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് യുവതിയെ ഭീഷണിപ്പെടുത്തിയതായും കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഈ പ്രജ്വലിനെതിരെ 4 ബലാത്സംഗ കേസുകളാണ് ഇതുപോലെ തന്നെ നിലവിലുള്ളത്. ഇതിൽ ഏറ്റവും ആദ്യം വിചാരണ നടപടി പൂർത്തിയാവുന്ന കേസാണിത്. ഈ കേസിൽ തനിക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രജ്വലിന്റെ അപേക്ഷ. എന്നാൽ ഈ അപേക്ഷയെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പ്രജ്വലിന് ഈ കേസിൽ ജീവപര്യന്തം തന്നെ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ വർഷം മെയ് 2-നാണ് ഈ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചത്. ജൂലൈ 18-ഓടെ തന്നെ വിചാരണ നടപടികളൊക്കെ പൂർത്തിയായി. ശേഷം ഇപ്പോഴാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. എന്തായാലും പ്രജ്വൽ ഉൾപ്പെട്ട 2000-ലധികം അശ്ലീല വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് കർണാടക JDS-നെ തന്നെ പിടിച്ചുകുലുക്കിയ വൻ വിവാദത്തിന് തുടക്കമായത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഈ വിധി എന്തായാലും JDS-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയായിരിക്കും.